ഇവനാണ് നമ്മുടെ ടൈഗർ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്നലെ കിടന്ന വീടില്ലേ, ആ വീടിൻ്റെ മുകൾ ഭാഗത്താട്ടോ. രാവിലെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ 2 മൈൽ ഇപ്പോൾ ഉണ്ടേ. അതിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ മുകളിലോട്ട് കയറി വന്നതാണ്, കാണാൻ പറ്റില്ലെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നോക്കിയപ്പോൾ 2 അവിടെ കയറി വരുന്ന ഷീറ്റ് ഇതൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. രസം. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കിടക്കാമെന്നാണ് വിചാരിച്ചത്. തണുപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇവിടെ കിടക്കാൻ. ഞാൻ താഴെ നമ്മൾ റൂമിൽ കിടന്നത്. മൊത്തം കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? എനിക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റുന്നു കേട്ടോ. കുറേ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കടയിൽ നിന്ന് ആ ചേച്ചിയുടെയും ചേട്ടനെയും കൂടെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി. നമ്മുടെ ഈ ട്രിപ്പിൽ 2ാമത്തെ വീടാണിപ്പോൾ ഇത്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും 10ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഒരു പൂ നിൽക്കുന്നുണ്ടോ? വീടിന്റെ മേലെ നിന്നുള്ള കാഴ്ച ആ NH റോഡ് ഫുള്ളായിട്ട് കണ്ടോണ്ടിരിക്കുക. സ്റ്റെപ്പിൽ കയറി ഇങ്ങനെ നടക്കാം, കാഴ്ചകളൊക്കെ കേട്ട്. എങ്ങനെയുണ്ട്? തണുക്കുന്നില്ല കാലി? നോക്കി ഇറങ്ങണം. എനിക്ക് താഴെ മൂക്ക് പിടിച്ച് കിടക്കും അവിടെ. ഇല്ല, രാത്രി നമ്മളെ ഡ്രസ്സൊക്കെ കഴുകിയിട്ടില്ലേ, അതൊക്കെയാണ് ഈ കിടക്കുന്നത് കേട്ടോ, വേറെ അല്ല. അത് മുഴുവനും നമ്മുടെ ഡ്രസ്സാണ്. കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം കാണുന്നത്. ഇത് കണ്ടിട്ടുണ്ട് ഈ പൂവ്. ഇത് നമ്മുടെ പനിക്കൂർക്ക. 10 മണിയോ? 10 മണിയാണ്. 10 മണിപ്പൂ. 10 മണിയാകുമ്പോൾ വിട്ടുതരുമോ? ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. എനിക്ക് ഈ ഒരു പൂ എന്താണെന്ന് മനസ്സിലായില്ല. ഇതുണ്ടോ, ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ ചെറുതാട്ടോ അത്, അറിയോ? ഉള്ളിലേക്ക് കയറി വരുമ്പോ തന്നെ ഉള്ളൊരു കാഴ്ച. സൈഡിൽ ഫുള്ള് മരങ്ങളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോഴത്തേനും ഈ വള്ളിച്ചെടിയുണ്ട്, അടിപൊളിയായിട്ട് സൈഡിൽ നിന്ന് സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് മക്കളെ തമിഴ്നാട്ടിലെ അലക്കുകല്ല്. ഇത് കൊണ്ടുപോകുന്ന വീട്ടിലോട്ട്. ഇത് പൊന്തിക്കാൻ കഴിയില്ലല്ലേ കൊണ്ടുപോയി. താഴ്ഭാഗത്തൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയല്ലേ സെറ്റ് ചെയ്ത്? ചെറിയൊരു കല്ലിരിക്കുന്ന പോലെ. അതൊക്കെ അതല്ല, വലിപ്പമില്ല, ഇതില്ലല്ലോ, വണ്ണമില്ലല്ലോ. നല്ല മണമുള്ള മുല്ലപ്പൂ. ഇതാണ് ഈ ഇവര് തമിഴ്നാട്ടില് നമ്മളോടക്ക് കൊണ്ടുപോകൂലേ മുല്ലപ്പൂ വിൽക്കാനല്ല, ഈ മുല്ലപ്പൂ. ഈ വീട്ടിലെ പയ്യനുണ്ടല്ലോ, അവൻ ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് റൗണ്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇനി അവന് 8 റൗണ്ട് കൂടെ പോകാനുണ്ട്. ആ ലെവലിലെത്തിയാൽ LKG പഠിക്കുമ്പോഴാണ് അവന് കരാട്ട സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊക്കെ പോയിട്ട് 3 മാസം 4 മാസം എന്താ പോയിട്ട് നിർത്തിയായിരുന്നു. അവന് ഇന്നലെ ഇവിടെ ആട്ടോ കിടന്നത്. രാത്രി എപ്പോഴാണ് എണീറ്റ് പോയെന്നറിയില്ല. ഞാൻ രാവിലെ എണീച്ച് വന്ന് നോക്കിയപ്പോഴേക്ക് ആളെ ഇവിടെ കാണാനില്ല. ഇവിടെ പോയാൽ അതിന് ഉള്ളിലുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. പേരക്ക വേണോ? പേരക്ക വേണോ? പേരക്ക വേണോ? ഇവിടെ ഉണ്ട് ഒരു ഒരെണ്ണം. ഇതുണ്ടോ, ഇതുണ്ടോ, വേറെ കടിച്ചു തന്നോ പേരക്ക? രാവിലെ നമുക്ക് ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചായ കുടിച്ചാലോ രാവിലത്തെ? നിങ്ങൾ ചായ കുടിച്ചോ? ഇത് നമ്മുടെ ബ്രോ കോഫി ആട്ടോ. ബസ് ഉണങ്ങിയോ? അത് മഞ്ഞടിച്ചിട്ടേ, രാത്രി മഞ്ഞല്ലേ, പോന്ന് നോക്കിക്കോണക്കാം, കുഴപ്പമില്ല. ശംഖ് തൂക്കിയിട്ടേക്കുന്നു. ഈ ഒരു യാത്രയിൽ ഇങ്ങനെയുള്ള കുറേ സന്തോഷങ്ങളും ഉണ്ട് കേട്ടോ. പപ്പായ, അടിപൊളി പപ്പായ, പഴുത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അവിടെ അടുത്ത് മരത്തിൽ നിന്ന് പറിച്ചുകൊണ്ടെന്ന് തോന്നുന്നു. ആ നിൽക്കുന്നത് പപ്പായയുടെ മരം കേട്ടോ. നേരെ മുമ്പിൽ കണ്ടോ, കുറേ പപ്പായ ഉണ്ട്. നല്ല പഴുത്ത പപ്പായ. പപ്പായ വേണോ? പുറം തിന്നു, പവർ വരും. ഇത് കൂടുതൽ എന്താ പറയുക ഭംഗിയെ കാണാൻ ഈ ഒരു സ്റ്റെയർകേസ് ഇല്ലേ, ഇതോ ആ ഒരു ഇത് ഈ ഒരു ഷീറ്റിന്റെ മേലെ തട്ടാതിരിക്കാൻ വേണ്ടി ഒരു സാധനം സെറ്റ് ചെയ്ത്, മറ്റേ ഇരുമ്പിന്റെ ആ ഒരു തകിട് അതിനകത്ത് ഇതിന്റെ മുകളിൽ കൂടെ കേട്ടോ ആ ഒരു തകിട് ഇങ്ങനെ പോകുന്നത്. ഇവിടുന്ന് ഇത്രയും സ്റ്റെപ്പ് കയറും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കിടക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ഷീറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നല്ല രസമാണ് കാണാൻ. ഇവിടെ കൂടുതൽ ഇതാ കണ്ടതിൽ മയിലിൻ്റെ ഗേറ്റ്, മയിലിൻ്റെ ബാത്റൂമിൻ്റെ ഡോറ്, പിന്നെ പുറത്ത് നോക്കിയാൽ മയിലുകള്, അടിപൊളി. മയിലിന്റെ സൗണ്ട് എങ്ങനെ ഉണ്ട് രാവിലെ? നല്ല രസമുണ്ട് കേൾക്കാൻ. കിളികളോ? അതാ കുഞ്ഞു കുഞ്ഞു കിളികൾ ഇവിടെ ഇങ്ങനെ വന്നില്ല വീട്ടില്. കിളികളെ കണ്ടോ? അതെ 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 അതെ. വെള്ളം കുടിക്കാനും ചോറ് കഴിക്കാനൊക്കെ ആയിട്ട് വന്ന കേട്ടോ. ഓ, രാവിലത്തെ ഒരു വെറൈറ്റി ഒരു കാഴ്ചയല്ലേ? പുതിയ തോന്നുന്നുണ്ടോ? ഞങ്ങളിപ്പോ കിളികളെ പോലെ എങ്ങനെ പറന്ന് 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 പൊക്കോണ്ടിരിക്കാണ്. ഒരു പൊള്ളി വന്നില്ലേനോ, അതെല്ലാം മാറി കണ്ട. ഇത് കട്ടിയായല്ലേ? പുറകിലോടെ ഇവിടെ ഇടലുണ്ട്. അത് ചെറുത്താണ്
ഭയങ്കര കട്ടി കണ്ടോ? ആ വീട്ടിലോ നമ്മുടെ കാലൊക്കെ പവറായിട്ടോ. ചവിട്ടുന്ന ആരെങ്കിലും ചവിട്ടാൻ പറ്റി ചവിട്ടും. നെഗറ്റീവ് പറഞ്ഞാൽ കാലൊക്കെ നല്ല സെറ്റായിട്ടോ, ഒരു രക്ഷയില്ല. അതുപോലെ തഴമ്പ് വന്ന് കാലിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, 200 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മറ്റേ അടിച്ചു നോക്കിയിട്ട് എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം കേട്ടോ എത്ര കിലോമീറ്റർ ഞങ്ങളിപ്പോൾ കവർ ചെയ്തെന്ന്. മിക്കവാറും എനിക്ക് തോന്നുന്നു 200 കംപ്ലീറ്റ് ചെയ്തെന്നാണ് തോന്നുന്നത്. രാത്രി കിടന്നുറങ്ങിയ റൂമില്ലേ, ആ റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന്. ഇതുണ്ടോ, ഇത് മുഴുവനും അണ്ണൻ്റെ പണിയായുധങ്ങളാണ്. പണിയായുധങ്ങളൊന്നും പറയാൻ പറ്റില്ല, ബിസിനസ് മാനാണ്. നമ്മളെന്താ തട്ടുകട കണ്ട കേട്ടോ, പക്ഷേ ആൾക്ക് ഇതും സൈഡായിട്ടുണ്ട്. രാവിലെ ഇതായിരിക്കും പണി. ഇത് കഴിഞ്ഞിട്ടാണ് കടയിലോട്ട് പോകുന്നത്. ഇത് ലെഗിൻസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിൻ്റെ എല്ലാ മെഷീനുണ്ട്, ഓരോ സെറ്റ് ഓരോ രീതിയിൽ. നിങ്ങൾക്ക് ഇതൊക്കെ അടുത്ത് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു മെഷീൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുണ്ടോ, ഈ പായൊക്കെ ഇട്ട് കിടന്നിറങ്ങി. നമ്മളിപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറാണല്ലേ, നല്ല രസമുള്ള റൂം. ഇതിൻ്റെ രണ്ട് സൈഡിലെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവനാണ് നമ്മുടെ ടൈഗർ. പൊളിയല്ലേ. ഇവിടെ നമ്മൾ വന്നുകൊണ്ട് ഇങ്ങനെ ആളെ പുറത്താക്കിയേക്കുമായിരുന്നു കേട്ടോ. പിടിച്ചിറങ്ങി ഓടി വന്നു. ഒരു അനക്കമുണ്ടോ നോക്കിയേ, നമ്മളെ സാധാരണ പട്ടി എന്ന് പേടിപ്പിക്കൂലേ, ആ ഒരു സംഭവം ഒന്നുമില്ല കേട്ടോ. അതേപോലെ പാവം നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് വരുന്ന വഴിക്ക് പാവങ്ങളെ കാണുമ്പോൾ നമ്മൾ കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പെണ്ണെടുക്കും പെണ്ണുണ്ടോ ഉണ്ടോ പൊറിക്ക് ഇങ്ക വെച്ച് കൊടുക്കലാമാ. ശരി, രാവിലെ നല്ല വിശപ്പുണ്ട് ആൾക്ക്. ഒന്നുമില്ല, സൗണ്ട് ഉണ്ടാക്കണില്ലേ? ശരിക്കും നായ്ക്കുട്ടിയുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് ഇതേ കളർ തന്നെ അല്ലേ മണി? எங்க போயிட்டு வரேன்? கராட்டைக்கா? எத்தனை மணிக்கு போனேன்? ஏன் கூப்பிடாத போனேன்? நானும் வரும் இல்லையா? ശരി ശരി ശരി. ടീ സാப்பிட்டு വാ. രാവിലെ 5 മണിക്ക് 8ാം ക്ലാസ്സിന് പോയിട്ട് വരികയാണ്. എത്ര മണി വரைக்கும் ക്ലാസ് இருக்கு? 7 மணிக்கு மொத்தம் முடிஞ்சு. இனி நைட்டு இருக்கா? காலையில் மட்டும்தான் இருக்கு. ഇനി നാളെ കാലയിലാണ്. രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് പോയിട്ട് വരികയാണ്. ഇത് കുളിർ റിസ്ക്കാ. രാവിലെ ഇവിടുന്ന് തന്നെ കേട്ടോ ഫുഡ് കഴിക്കുന്നത്. എന്താ ഫുഡ് എന്ന് വെച്ചാല് ഉപ്പുമാവാണ് സാധനം, പക്ഷെ പുളിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇഡ്ഡലി ഉണ്ടല്ലോ, ഇഡ്ഡലിയുടെ മാവ് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉപ്പുമാവ് പോലെ ഞെരടി ഇടും. ഇതാണ് നമ്മുടെ രാവിലത്തെ ഫുഡ്. ചോദിച്ചു നോക്കാം പറ്റേ. അക്ക ഇത് ഉപ്പുമാവ് അതോ വേറെ ഏതാ? ഇഡ്ലി. ഞാൻ പറഞ്ഞില്ലേ തക്കാളി ചട്നി. അവന് ചിക്കനൊക്കെ കഴിക്കത്തുള്ളൂ. ചിക്കൻ്റെ ഈ വീടിന്റെ സ്ഥലം വാങ്ങിച്ച റേറ്റ് ഞാൻ കേൾപ്പിച്ചരാവേ. അക്ക இந்த സ്ഥലം വാങ്ങുമ്പോൾ എவ்வளோ റേറ്റ് இருந்துச்சு? സെന്റുக்கு. இன்னைக்கு எவ்வளோ ரூபாய்? ഇത് റോഡിന്റെ റോഡിന്റെ എത്ര മീറ്റർ ഇருக்கு? 300 മീറ്ററേ ഉള്ളൂ. റേറ്റ് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത റേറ്റ് ആട്ടോ. നമ്മളോട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക കേട്ടോ കരാട്ടക്കാരൻ. അണ്ണൻ സകല സാധനം വാങ്ങിച്ചോണ്ട് മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, പാപ്പ ഇവിടെ നിന്ന് ഫോണിൽ കളിക്കാണ്. അതാട്ടെ ഈ ഒരു കൊച്ചു വീട്ടിലെ സന്തോഷം നിറഞ്ഞ കാഴ്ചകൾ കണ്ടോ. ആ പുറകെ പോകുന്ന ചെക്കനില്ലേ, അവന് ചെറുതാകുമ്പോ ഒരു ആക്സിഡന്റ് ആയി തലയുടെ അവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. കാണുമ്പോ ഭയങ്കര സങ്കടം. അവരുടെ വണ്ടി തന്നെ. ആർക്കെങ്കിലും മാങ്ങ വേണോ? നല്ല കളറൊക്കെ ഉള്ള മാങ്ങ, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത കളർ. കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. എന്താ മാങ്ങയുടെ പേര് தெரியுமா? അമ്മാക്ക് തരുമാ? അമ്മ കിட்ட കേക്ക പോറെ. ഞാൻ മൊത്തത്തിൽ കടിച്ചിരുന്ന കേട്ടോ, നടുത്തോലി സഹിതം. നാരോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. മധുരം എന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന മാങ്കോ ജ്യൂസ് ഇല്ലേ, അതൊന്നും ഒന്നുമല്ല. അതൊക്കെ മേലെ തരുമാ? അമ്മാക്കും തരിയാതോ? നല്ലാർക്ക്. സമയം ഇപ്പൊ 8:15.
നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഞാൻ എല്ലാരെയും പരിചയപ്പെടുത്തി, ചേട്ടനെ മാത്രം പരിചയപ്പെടുത്തിയില്ല. നമ്മുടെ പേര് ഇതാണപ്പാ നിങ്ങൾക്ക് ഹെൽപ്പ് പண்றதுக்கு ரொம்ப നന്ദി. അപ്പൊ ഞങ്ങള് കിளம்பட்டுமா? അപ്പൊ തലപതി കിட்ட ഏതാச்சும் കേക്കണമാ? ഇപ്പൊ കേട്ടേ ഇല്ലയാ? ഓക്കെ, നമ്മളെ യാത്ര തുടങ്ങി കേട്ടോ. കുറച്ച് മുമ്പോട്ട് പോവാണ്. അപ്പൊ ഇവിടുന്ന് ഇതാണ് റോഡ്. ഈ റോഡിൽ നിന്ന് റൈറ്റ് വരുന്നുണ്ട്. ടൈഗറേ തൊപ്പിട്ട് ആളെ പരിചയമില്ല കേട്ടോ. നമ്മള് ഇന്നലെ ഇവിടുന്ന് ഒത്തിരി ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ റോഡിൽ ചെല്ലുമ്പോ കാണിച്ചു തരാം നമ്മൾ എവിടുന്നാണ് വന്നത്. നമുക്ക് നോക്കി കാണാൻ പറ്റും. ഗൈസ്, നമ്മള് ഇന്നലെ കേറി വന്ന കടയെന്ന് വെച്ചാല് നിങ്ങള് ഈ ഒരു ബോർഡ് കണ്ടോ? ഇതിന്റെ അവിടുന്ന് ഒരു വളവ് കണ്ടോ? ആ ഒരു വളവിന്റെ അവിടെ നിന്നാണ് നമ്മള് ഇന്നലെ ഭക്ഷണം കഴിച്ചത്. അവിടെ നിന്നാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളിവിടെ അപ്പൊ എല്ലാരും നമ്മുടെ യാത്രയിലേക്ക് പോരാ. നമുക്ക് നമ്മുടെ തളപതിനെ ഒരുമിച്ച് കാണാം. ഇതിന്റെ സൈഡിൽ കൂടെ നടന്നു പോകട്ടോ. പക്ഷെ തൊട്ടടുത്തൊരു കാഴ്ച കണ്ടോ? ഇത് മുഴുവനും പൂക്കളാട്ടോ. ഈ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടോ? കാളിപ്പാളയം പിരിവ്. ഇതിന്റെ സൈഡിൽ കൂടെ മുഴുവനും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കോ കേട്ടോ. എന്താ മടുത്ത എന്താ എന്തോ ഒരു പോലീസ് സ്റ്റേഷന് ഹെഡ്ക്വാർട്ടേഴ്സോ കാര്യങ്ങളൊക്കെ ആട്ടെ ഈ പുറകെ കാണുന്നത്. തൊട്ട് സൈഡിലാണെങ്കിൽ മരങ്ങളും. പുള്ളിക്കോട്ട് ഒരു ബൈപ്പാസ് പോകുന്നുണ്ടോ? നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാ കേട്ടോ. നമ്മുടെ വർക്ക് കുറച്ച് കംപ്ലീറ്റ് ആയി. അപ്പൊ ടാബ് എടുത്ത് ബാഗിലോട്ട് വെച്ചോണ്ടിരിക്കുക കേട്ടോ. ഒരു കൊച്ചു കടയൊക്കെ ഉണ്ട്. വിശാലമായി കിടക്കുന്ന റോഡ്. വെയിലാണെങ്കില് കേട്ടോ കൂടിക്കൂടി വരുന്നുണ്ട്. തലയ്ക്കും എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. തലയൊക്കെ കറങ്ങുന്നുണ്ട് കേട്ടോ. നോക്കാണെങ്കിൽ കണ്ണൊക്കെ അടഞ്ഞു പോകുന്നൊക്കെ പറയും. ഞങ്ങള് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുവാ കേട്ടോ. കുറച്ചു ദൂരം നടന്ന് ഇപ്പൊ ഇവിടെ വലിയൊരു മരവും ഒരു തണലും കണ്ടോ. അപ്പൊ അവിടെ ഇരിക്കാൻ പോണ്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇരിക്കുന്ന മരം പുളിയുടെ മരം കേട്ടോ. ഇത് കൈ ഇരിക്കുന്ന നോക്ക്. ഞമ്മി അടിച്ച എല്ലാരും ഒന്ന് കൊതി വിടട്ടെ. കൊറേ ആട്ടുകുട്ടികളാട്ടോ. കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ട് ട്ടേ. ഞങ്ങൾ ഈ മരത്തിന്റെ ചുവട്ടി കിടന്ന് ഓളം ഉറങ്ങിട്ടോ. ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. കണ്ണൊക്കെ അടഞ്ഞു പോകുന്നെന്നാ പറയുന്നത്. കണ്ണിലോട്ട് ഇരുട്ട് കയറണം. പുല്ല് പറിച്ചിട്ട് തായിട്ട് കൊടുത്തട്ടോ. അവിടെ പുളിയുടെ പുല്ലാണ് കേട്ടാ. ഒക്കെ അവിടെ പസു യൂട്യൂബിലെ പോട്ടതൊക്കെ അവൻ പുളിയാട്ടോ. വേറെ ലെവലാ. ആയിവാ, ഇത് മൊത്തമാ ഉങ്ങളതാ? எத்தனை இருக்கு? 30 இருக்கா? ஓ சூப்பரா இருக்கு. இதுக்கெல்லாம் ഓരോരോ പേര് இருக்கா? പേരെല്ലാം വെക്കലയാ? ശരി ശരി. കുറച്ചേരം ഞങ്ങള് ആ പുറകെ കാണുന്ന മരത്തിന്റെ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. നമുക്കൊരു 1 മണി വരെ നടക്കണം. നല്ല ക്ലൈമറ്റ്. ചെറിയൊരു വെയില്. കാറ്റെന്തായാലും ഇല്ല. മരത്തിന്റെ സൈഡിൽ പോകുമ്പോ കാറ്റെന്തായാലും വരേക്കാരട്ടാ. മരത്തിന്റെ ചോട് പറ്റി ഇങ്ങനെ നടന്നു പോവാണ്. ഉച്ചഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ഒരു കൊച്ചു കട വന്നേക്കോ കേട്ടോ. അക്ക ഒരു ഹായ് കൊടുക്കേ. പേര് சொல்லுங்க. അപ്പൊ ഇവിടെ നമ്മളൊരു തൈര് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ റൈസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നാങ്ങ പോട്ടാ. விஜய் சார் ஒரு ஒரு எப்படி சொல்றது, உங்களை பாக்குறதுக்காக கேரளால இருந்து வராங்க. நீங்க அவங்களை கண்டிப்பா பாக்கணும். அவங்க என்ன கேக்குறாங்களோ பார்த்து நீங்க நல்லபடியா கவனிச்சு அனுப்பணும். தமிழ்நாட்டுல இருந்து முடிஞ்ச வரைக்கும் அவங்களுக்கு ஹெல்ப் பண்ணி கொடுங்க. ரொம்ப நன்றி. நன்றி, ரொம்ப நன்றி. ഇപ്പൊ ഞങ്ങള് ഒരു ഹോട്ടലിന്റെ ഉള്ളിലാട്ടോ. നമ്മള് വരുന്നവർക്ക് ഭക്ഷണം വാങ്ങിച്ചല്ലോ. അപ്പൊ ഭക്ഷണം വാങ്ങിച്ച് ഇവിടുന്ന് കഴിക്കാൻ പോവാണ്. പറയ്. റെസ്റ്റോറന്റിലാ ഞങ്ങൾ വന്നേക്കാം. ഒരു കൂടാരത്തിന്റെ ഉള്ളിലാട്ടോ. ഇത് കണ്ടോ? കൂടാരം കണ്ടോ? അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മള് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. നമ്മള് വന്ന് ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ് കുറച്ചു നേരം അവിടെ അങ്ങോട്ട് സംസാരിച്ചു. എന്നിട്ട് അവര് പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങൾ ആ റൂമിലോട്ട് പൊക്കളാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ ഒരു അവസരം തന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ താങ്ക്സ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിലാണ്. അടാ ബോർഡ്. വേറൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. എന്റെ ചിന്ന പയ്യൻ ഊഞ്ഞാലിൽ ആടുന്നു. ഇവിടെ ഞാൻ അത്രയും നേരം ആടിയത്. ചെറിയ മക്കൾക്കേ ഇത് പറ്റത്തുള്ളൂ. എത്ര വയസ്സ്? 26 വയസ്സുള്ളൂ? ആണോ? നല്ല അടിപൊളി റെസ്റ്റോറന്റ് ആട്ടോ. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതല്ല. എന്നിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനും ചാർജ് കുത്താനും എല്ലാം സപ്പോർട്ടും ചെയ്തു. അത് മാത്രമല്ല, ഒരു 5 മിനിറ്റ് മുമ്പുണ്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് മീഡിയക്കാര് 3-4 പേര് വന്നിട്ടോ. പിന്നെ അവരൊരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പോയതേ ഉള്ളൂ. മിക്കവാറും നാളത്തെ പത്രത്തില് നമ്മള് തിരുപ്പൂര് അറിയപ്പെടും, മിന്നിത്തിളങ്ങും. നീங்களும் நல்லா இருக்கீங்க.
எங்களே சப்போர்ட் பண்ணி விடுங்க. இப்ப எப்படியாவது அங்க எத்தணும். அதான் என்னோட முடிவு. ഞങ്ങളുടെ ആശ. அது உங்களோட கையில தான் இருக்கு. താങ്ക്യൂ. ഇതൊക്കെ നമ്മുടെ യാത്രയിലെ എന്റർടൈൻമെന്റ് ആട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നത്. ഞങ്ങളിപ്പോ ഇവിടുന്ന് പോകും കേട്ടോ. പിന്നെ ഊഞ്ഞാലിപ്പളാ കണ്ടേ. അപ്പൊ ജസ്റ്റ് ഒന്ന് കേറി ഒന്ന് ആടിയിട്ട് പോകാന്ന് വെച്ചിട്ടോ. ഇത്ര നേരം നമ്മളെ മുറിക്കാത്തിരുന്ന് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു. നല്ല ചൂടുമായിരുന്നു കേട്ടോ. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അമ്മാതിരി ചൂടായിരുന്നു. മതി വാ കുഞ്ഞിക്കുട്ടി ഇറങ്ങാൻ വിടുന്നു. ഇത്ര നേരം ആള് കാണാഞ്ഞ ഭാഗ്യം ഇപ്പളാ കണ്ടേ. വിളിച്ചോണ്ടാ. आपका नाम क्या? श्रीधर ए वसंत അപ്പൊ ഗൈസ് ഇവരാണ് ഇവിടുത്തെ റെസ്റ്റോറന്റിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. തുമ്മാരെ घर किधर है? नेपाल नेपाल अच्छा है. ओ चित्रन मालूम है? हाँ मालूम चित्रन ओ ब्लॉगर ट्रैवलर हाँ മാലൂം है? हाँ ഓ ഗൈസ് നമ്മുടെ ചിത്രന്റെ നാടായ നേപ്പാളിലെ ആൾക്കാരാട്ടോ. ഓക്കെ थैंक यू ഹാപ്പി. हैप्पी सर സൂക്ഷിച്ചു നോക്കിയത് അപ്പളാ മരത്തും വലിയ തേനീച്ച കൂടാണ്. ഒത്തിരി അതിന്റെ അടുത്തൊക്കെ പോയാൽ ശരിയാവില്ല. അതങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുത്തി നാശമാക്കും. അവിടെ ചേച്ചി ഇതെല്ലാം അടിച്ചു വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേരെന്നെ? നാഗമ്മ. സാമ്രാജ്യ പാളയം എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പൊ നമ്മൾ ഉള്ളത് കേട്ടോ. ആ കാണുന്ന അതിന്റെ ബോർഡ് കണ്ടോ. നമ്മളിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ കയറി കുറെ ദൂരം ഞങ്ങൾ നടന്നു വന്നിട്ടോ. നടന്നു വെച്ചാൽ നല്ല ദൂരം നടന്നു വന്നു. ഇപ്പൊ സമയം 5:20 നമുക്ക് പോകാൻ കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന റോഡ് മാത്രമേ കാണാനുള്ളൂ. വെയിലില്ല കേട്ടോ. വെയിലൊക്കെ കഴിയും. നല്ല ചെറിയ കാറ്റുണ്ട്. അപ്പൊ നടക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇതുണ്ടോ വലിയ കണ്ടെയ്നറൊക്കെ പോകുന്ന പോക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ആ സൈഡാക്കി ആളെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി സൈഡാക്കിയാന്നാ തോന്നുന്നത്. അതോ ഞാൻ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അറിയില്ല. A1 ട്രാവൽസ് നമ്മളെ പോയ ബസ്സിനെ ചേച്ചി തിരിച്ചു തരില്ല. ഇതൊക്കെയാണ് നമ്മളെ ആഹാ എട്ടടി എക്സസൈസ് സ്റ്റാർട്ടിങ്. ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ്. നമ്മളാ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ഇറങ്ങി കുറെ ദൂരം നടന്നിട്ടോ. അപ്പൊ കടകളൊന്നും അധികം കണ്ടില്ല. അങ്ങനെ നമ്മള് ബൈപ്പാസ് റോഡിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി കുറച്ചിങ്ങോട്ട് വന്ന് ചെറിയൊരു ടൗണ്. അവിടെ വന്ന് അങ്ങനെ ചായ കുടിക്കാണ്. നമ്മള് ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് തിന്നാട്ടോ. അവനുണ്ടല്ലോ, അവൻ മലപ്പുറംകാരനാണ്. മലപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് കച്ചവടം ചെയ്യാട്ടോ. മോനുണ്ട് ഉപ്പായുണ്ട്. മലയാളിയോട് അന്നേരം പറയണ്ടോ? പറയാണ്ട് ഇപ്പൊ പറഞ്ഞോ. നാളെ ഇത് അവിടെ എത്തും മലപ്പുറത്ത്. ചായ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ നടത്തം പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 7:15 നമ്മൾ NH റോഡിലോട്ട് കയറിയിട്ടില്ല. നമ്മളിപ്പുറത്തുള്ള ചെറിയ റോട്ടിൽ കൂടെ തന്നെയാണ് നടന്നു പൊക്കോണ്ടിരിക്കുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട്. എന്താവോ എന്തോന്ന് അറിയില്ല. ഗൈസ് എന്റെ കൂടെ കുറച്ച് പേരുണ്ട്. നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് പുറയുന്നു ഓണടിച്ച് പേടിപ്പിച്ച കേട്ടോ. ഞങ്ങള് ഓർത്ത് ഇങ്ങോട്ട് പോകാൻ വേണ്ടിട്ടാണ് ഓർത്തെ. പക്ഷെ നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പുറത്തെ റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് വന്ന കേട്ടോ. NH റോഡിൽ നിന്ന്. നിങ്ങളുടെ പേര് சொல்லுமா? RK, this is Ramesh Kannan, RK YouTube channel Redex Media, Tirupur. திருப்பூர். I am Sara from Madurai. சொல்லுங்க பரவாயில்ல. உங்க பேர் மட்டும் சொல்லுங்க. ഓക്കെ ഗൈസ് ഇവര് റിഡെക്സ് മീഡിയയുടെ ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മള് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാനൊക്കെ പറഞ്ഞിട്ടോ. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു യാത്രയിലെ സപ്പോർട്ട്. ഇപ്പൊ സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 7:45 ആ സമയത്ത് ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്കാട്ടോ നമ്മുടെ പുറകെ വന്ന് നമ്മളെ മീറ്റ് ചെയ്ത്. പാത്തേക്ക് ரொம்ப നന്ദി. Thank you. And also, I am inviting you June 21st at same Tirupur. Okay. You both the couples should come. I'll give you award ഓക്കെ this event. ഓക്കെ Okay? June 21st, Redex Media People Power Award at Tirupur. June 21st, best couple they are joining for award. Thank you. താങ്ക് യു. Okay? ഓക്കെ നമ്മളിപ്പൊ സംസാരിച്ചില്ലേ, അവരുടെ വണ്ടിയുടെ മുമ്പിൽ എന്റെ ടാബ് വെച്ചായിരുന്നു കേട്ടോ. വെച്ച് ഞങ്ങള് ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ നടന്നു പോന്നു. കൊറേ വന്നു കഴിഞ്ഞപ്പോഴാ പെട്ടെന്ന് അവക്ക് ഓർമ്മ വന്നത് ടാബ് എടുത്തില്ലാന്ന്. എന്റെ അവിടുത്തെ ചന്ത് കത്തി പോയി. ഞങ്ങളവിടെ തിരിച്ചു പോയി വിളിച്ചിട്ടോ. വിളിച്ചപ്പോ അവര് പറഞ്ഞ് വണ്ടിയുടെ മോളിൽ തന്നെ ഇരിപ്പെടുന്നു. അവര് വണ്ടി കൊണ്ട് പോയി. വണ്ടിയുടെ മോളിൽ ഇരിപ്പെടുന്നു. തിരിച്ചിപ്പോ വരും അവര്. എന്റെ അമ്മ, ഞങ്ങളതെല്ലാം അതിലാണുള്ളത്. പറച്ചാലേ നീ ഞങ്ങളുടെ കൂടെ ഉള്ള ഏറ്റവും വലിയ തെളിവാണത്. നമ്മുടെ ടാബ് ഇരിക്കുന്ന ആരുടെ കയ്യിലാന്നുണ്ടോ? Just a miss. ഓക്കെ இதோட வண்டியில இருந்து மேல இதே grip இருக்குது இல்லையா, அந்த grip பிடிச்சிருக்கு வண்டியில முன்னாடி. പറച്ചാകത്ത് உங்களோட கஷ்டப்பட்ட பணம் எங்கே போகாது. Always God is with you. ഗൈസ് ഞാന് മലപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ തിരുപ്പൂര് കഴിഞ്ഞ് ഈറോഡ് വരെ വരാറായിട്ടോ.
പക്ഷെ എനിക്ക് പെട്രോൾ പമ്പിൽ ഇതുവരെ കിടക്കാൻ പറ്റിയിട്ടില്ല. ഒരൊറ്റ പെട്രോൾ പമ്പിൽ കിടന്നു പാലക്കാട് കയറിയപ്പോ അവിടെ പൂട്ടിപ്പോയ പമ്പ് എന്ന് വേണം പറയാം. അപ്പൊ അവിടെ നമുക്ക് കിടക്കാൻ ഒരു അവസരം പാലക്കാട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു പമ്പിലും കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാരും പമ്പില് കിടക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എന്താ ഇടത്തോടെ പേര് விஜயமங்கலம் வந்த போது நான் இந்த அண்ணா கிட்ட கேட்டேன், அண்ணா உங்க பேரு கதிர்வேலு. இந்த அண்ணா கிட்ட நான் கேட்டேன், அண்ணா இன்னைக்கு நானும் വൈഫും தான் வருது, അപ്പൊ എനിക്ക് ഒരു കൊഞ്ച ഇടം കൊടുത്താ நல்லா இருக்கும் அப்படி കേട്ടെ. അപ്പൊ നമ്മുടെ കതിർവേല അണ്ണൻ എന്നോട് പറഞ്ഞ് നീ ഇവിടെ കിടന്നോ, നീ സേഫ് ആണ് അണ്ണാ. ரொம்ப நன்றி. தேங்க்யூ. ഇത് യൂട്യൂബില് പറഞ്ഞാങ്ക കണ്ടിപ്പാ ഒത്തിരി സന്തോഷം. കാരണം നമ്മൾ അവിടുന്ന് 10 ദിവസമായി യാത്ര തുടങ്ങിയിട്ട്. 10 ദിവസത്തെ യാത്രയിൽ പെട്രോൾ പമ്പിൽ എത്ര പെട്രോൾ പമ്പിൽ ചോദിച്ചെന്ന് എനിക്കൊരു കണക്കുമില്ല കേട്ടോ. പക്ഷെ ചോദിച്ചിട്ട് ആദ്യമായിട്ട് കിടക്കാൻ പറ്റിയൊരു പമ്പ് അത് ഈ പമ്പാണ്. ഞങ്ങൾ അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് രാത്രി. ഒരൊറ്റ ചോദ്യത്തിന് ഇവിടെ കിടന്നോളാൻ പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ അണ്ണൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിത് റീച്ചിന് വേണ്ടി പറയുന്നതല്ല, എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങളോട് തുറന്നു പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്കും കാണാൻ പറ്റും, നാളെ എനിക്കും കാണാൻ പറ്റും, എന്റെ തലമുറയ്ക്കും കാണാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ എടുത്തത് പറയുന്നതും. അപ്പുറ സൈഡാണ്, അവിടെ മതിലുണ്ട്, ചെറിയ ഇപ്പുറക്കുള്ള മതിലാണ്, കാടലുണ്ട്. ഇവിടെ നോക്കാം, അവിടെ ഉണ്ടെന്നോ. റെഡ് എക്സ് മീഡിയ രണ്ടാമത് ആ അണ്ണൻ തിരിച്ചു വന്നില്ലേ നമ്മുടെ ടാബ് വരാന്, അന്നേരം നമുക്കൊരു ഗിഫ്റ്റും കൂടെ തന്നിട്ടോ. ഇത് മോരും വെള്ളം, ഇത് കുടിച്ചാൽ നല്ല തെമ്പ് കിടക്കുന്ന പറഞ്ഞു. അതായത് നല്ല ഉന്മേഷം ആരോഗ്യമൊക്കെ കിടക്കുന്ന പറഞ്ഞ. അപ്പൊ താങ്ക് യു. ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടെ അടുത്തൊന്നും കടയില്ലായിരുന്നു. ഇവിടുത്തെ ഒരു 1 കിലോമീറ്റർ അടുത്ത് നടന്നു പോയി അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വരുന്നത് കേട്ടോ. കുറച്ച് ഉള്ളിലോട്ട് പോകണം, ഇവിടെ അടുത്തൊന്നും കടയില്ല. അവിടെ ചെന്നപ്പോ ഒരു കാഴ്ച കണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രദ്ധിച്ചു കേട്ടോ, 10 വയസ്സുള്ള ചെറുക്കൻ അവിടെ നിന്നുകൊണ്ട് ദോശയും പൊറോട്ടയും ചുട്ടുകൊടുക്കുന്നത്. ഞാൻ അവന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ക്യാമറ കൊണ്ടല്ല പോയത്, ഫോൺ കൊണ്ടാ പോയത്. ഞാൻ അവന്റെ ഷോർട്സ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്താ അല്ലേ 10 വയസ്സ്, ഒന്ന് ആലോചിക്കേ. ചിക്കൻ റൈസ് ആട്ടോ, ചിക്കൻ റൈസ് കഴിക്കല്ലേ? എനിക്ക് മണം ഇങ്ങനെ മുക്കി കയറിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ചോളൂ, ഇതെടുത്തൊന്നൂട്. സമയം 10:15. പമ്പില് സേഫായിട്ട് കിടക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ടെന്റ് കാര്യങ്ങളൊക്കെ അടിച്ചു, സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചു. ഒത്തിരിയധികം സന്തോഷമുണ്ടായ ദിവസം കേട്ടോ. രാവിലെ തൊട്ട് വൈകിട്ടും വരെ ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. എനിക്ക് തന്നെ പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. നല്ല കിളിവായിരിക്കും ആശംസകളെന്നൊക്കെ അല്ലെ. പോയി മുഖല്ല കഴുകി പൊട്ട അത് ഉറക്കാൻ പോവും, നല്ല ക്ഷീണത്തില കേട്ടോ. അപ്പൊ ഗൈസ് നമ്മള് ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഈ പമ്പിലെ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. ഈ പമ്പില് ഇത്രയും ദിവസം നമ്മൾ നടന്നിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു പമ്പില് കിടക്കാനൊരു സ്ഥലം കിട്ടിയൊരു ദിവസം കൂടി ഉണ്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ. എല്ലാരും ഉറങ്ങിക്കോ.